അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ശ്രീജ എസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊരു ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്രീജ എസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടും സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിലെ ദാനിയേൽ ജോൺ പാസ്റ്റർക്കും അതുപോലെ എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ അജിത് പാസ്റ്റർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എൻ്റെ പേര് ശ്രീജ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് ഭർത്താവും അതുപോലെ 3 മക്കളുമുണ്ട്. 2 മക്കള് കുടുംബസ്ഥരാണ്. ഇളയ മകൻ വിവാഹിതനായിട്ടില്ല. അവനാണ് ഞങ്ങളോട് കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത്. മൂത്ത മകള് സനു, അവളുടെ ഭർത്താവ് അനീഷ് കുമാർ. അവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. മൂത്തവള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്സ അനീഷ്, രണ്ടാമത്തെ മകള് അൽന അനീഷ്. അത് മൂത്ത മകളുടെ കുഞ്ഞുങ്ങള്. പിന്നെ അടുത്തത് രണ്ടാമത്തത് ഒരു മകനാണ്. അവൻ വിദേശത്ത് മസ്കറ്റിലാണ് ആയിരിക്കുന്നത്. അവര് കുടുംബത്തോടു കൂടി അവിടെയാണ് ആയിരിക്കുന്നത്. അവന്റെ ഭാര്യ സജ്ന. അവർക്കൊരു കുഞ്ഞുണ്ട്, 3 വയസ്സായി മകന് ശിലോഹാം. മൂന്നാമത്തവനാണ് സിനോജ്. അവൻ ഒരു ടീച്ചറാണ്. അവനിപ്പോ ജോലി ചെയ്യുന്നു. അവൻ വിവാഹിതനായിട്ടില്ല. അവന് വിവാഹം വേണം. ഇത്രയുമാണ് എൻ്റെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം. ഞാന് 2 വരി ദൈവസന്നിധിയില് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കൃത്തിരന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഞാൻ പാടി പോലെ തള്ളിക്കളയാതെ ഇതുവരെയും ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ദൈവനാമത്തിന് വീണ്ടും മഹത്വം പറയുകയാണ്. എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ ബാല്യകാലം എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ബാല്യകാലത്തില് എനിക്ക് അച്ഛൻ മരണപ്പെട്ടു പോയി. ഇപ്പോഴുള്ളത് അമ്മ. ഞാനടക്കം 5 മക്കളാണ്. മൂത്തത് എനിക്കൊരു സഹോദരി, രണ്ടാമത്തേതാണ് ഞാൻ. എനിക്കുള്ളത് ഒരാങ്ങള, അതിൻ്റെ ഇളയത് 2 പെൺമക്കൾ തന്നെയാണ്. അങ്ങനെ 4 പെണ്ണും ഒരു സഹോദരനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം.
എല്ലാവരും കുടുംബസ്ഥരാണ്. ഇളയ അനിയത്തി, അവള് രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലായിരിക്കുന്നു. അവള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭർത്താവ് മരണപ്പെട്ടു. എന്നാൽ ഇപ്പോ 2 ആൺമക്കളാണ് അവൾക്കുള്ളത്. ഒരുവൻ നിത്യതയിൽ വിശ്രമിക്കുന്നു, മൂത്തവൻ അവളോട് കൂടെയുണ്ട്. ഇതാണ് എന്റെ കുടുംബത്തിന്റെ ഒരു ചുരുക്കം. അപ്പോ എനിക്ക് 17 എന്റെ SLC വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ, SLC വിദ്യാഭ്യാസം കഴിഞ്ഞ പിറ്റത്തെ വർഷം എന്റെ വിവാഹം നടന്നു. എന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും അതുപോലെ ഞങ്ങൾ 5 മക്കളും സാമ്പത്തികമായെല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലാണെങ്കിലും വളരെയേറെ സന്തോഷത്തിൽ ആയിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. എന്റെ മൂത്ത സഹോദരിയെയും വെച്ചാണ് രണ്ടാമത്തതായിരിക്കുന്ന എന്നെ വിവാഹത്തിന് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ അന്വേഷിച്ചത്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് പെൺമക്കള് നാല് ആള് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പുറമേ ഉള്ളവര് ഓ എത്രയും വേഗം വിവാഹം കഴിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് അന്നത്തെ കാലഘട്ടം. എന്ന് പറഞ്ഞ പോലെ ആ 17ാമത്തെ വയസ്സാണ് എനിക്ക്. ആ സമയത്ത് വിവാഹത്തെ കുറിച്ച് അവര് ചിന്തിച്ചു, അതുപോലെ വീട്ടുകാരും ചിന്തിച്ചു. അങ്ങനെ 17 വയസ്സാകുമ്പോൾ വിവാഹം നടന്നു. എന്റെ വീട്ടിലെ അതിനും അതേ എന്താ പറയേണ്ടത്, ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് കടന്നുപോയത്. എന്റെ ഭർത്താവിന്റെ വീട്ടില് അച്ഛൻ കൂടെ ആ സമയത്തില്ല. എന്റെ കുടുംബത്തിൽപ്പെട്ടയാൾ തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചത്. അച്ഛൻ അന്നേരം കൂടെയില്ല. അമ്മയും 4 സഹോദരന്മാരാണ്. അതിൽ മൂത്തയാളാണ് എന്റെ ഭർത്താവ്. പെങ്ങളുണ്ട്. അവര് ഞാൻ പോകുന്നതിന് മുമ്പായി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയതാ. ആ വീട്ടില് 4 ആൺമക്കളാണ്. അതിൽ മൂത്തവന്റെ ഭാര്യയാണ് ഞാന്. എന്റെ ഭർത്താവിന് ഇളയത് 3 ആൺമക്കളാണ്. അപ്പം ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ആ ഭർത്താവിന്റെ വീട്ടിലെ ഒരു സാഹചര്യം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഈ മീഡിയയിൽ കൂടുതൽ പറയുന്നില്ല. ഒരു സാമ്പത്തികമായൊന്നും കൂടുതലൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ്. എന്നാല് ആ ചെറിയ പ്രായത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു. അങ്ങനെ എന്താ പറയണ്ടേ, ജീവിച്ച് മുൻപോട്ട് പോയി. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ അച്ഛന് ബസ്സിൽ ക്ലീനർ ആയിരുന്നു, ഒരു കമ്പനി ബസ്സിൽ ക്ലീനർ ആയിരുന്നു. എന്നാൽ എന്റെ ചിന്തയിൽ പറയുകയാണെങ്കിൽ വേണ്ടുന്നത്ര കുടുംബത്തെക്കുറിച്ച് കൂടുതലായി ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ മീഡിയയിൽ കൂടി പറയാനുള്ളൂ. അങ്ങനെ ജീവിച്ച് എനിക്ക് ജീവിതത്തെക്കുറിച്ച് എന്താണോ എന്ന് അറിയുന്നതിന് മുൻപായിരുന്നു എന്റെ വിവാഹം. അങ്ങനെ വളരെയേറെ കഷ്ടതയിൽ അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോയി. 3 മക്കള്, 3 മക്കളും ആയി. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ സാധാരണ ഹിന്ദു ഏത് കുടുംബത്തിലായി കഴിഞ്ഞാലും 4 ആൺമക്കളൊക്കെ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ മൂത്തവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ വേറെ മാറി താമസിക്കുക എന്നുള്ളതാണ് സാധാരണത്തെ ഒരു അവസ്ഥ. അപ്പോ മൂത്തവരായിരിക്കുന്ന എന്റെ ഭർത്താവ് ഞങ്ങളാണ് ഒരു കുടുംബമായി ഒരു ഭവനമൊക്കെ എടുത്തു മാറേണ്ടത്. എന്നാൽ ആ സാഹചര്യത്തില് ഞങ്ങൾക്ക് അതിനൊന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കർത്താവ് മുന്നമേ ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയങ്ങളിൽ ഒരു ചെറിയൊരു സ്ഥലമൊക്കെ ഭർത്താവ് വാങ്ങിച്ചായിരുന്നു. പക്ഷെ പിന്നീട് അത് എന്താ പിന്നെ അത് മറിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ വീട് വെച്ച് 1997-8 കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങള് അടുത്തന്നെ ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്തോട്ട് തന്നെ ആയിട്ടാ വരിക. അവിടത്തേക്ക് താമസം മാറ്റിയതൊക്കെ കൂടുതലൊന്നും എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മാറേണ്ടി വന്നു. അങ്ങനെ അതിനുശേഷമാണ് വീടൊക്കെ നല്ലവണ്ണം ചെറിയൊരു മട്ടത്തിൽ ഒരുക്കുകയൊക്കെ ചെയ്തത്. ഞങ്ങള് അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കടന്നു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യം ആയിരുന്നു ഞങ്ങളുടെ ആ സമയങ്ങളിലുള്ള ഒരു അവസ്ഥ. എങ്കിലും അവിടെ ആ ഭവനത്തിലേക്ക് പോയതിന് ശേഷം മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ഒരു തരത്തിൽ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മദ്യപിക്കുന്നയാളാണ്. സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല.
ഒരു വ്യക്തി മദ്യപിച്ച് കഴിഞ്ഞ് അതുവരെ വളരെയേറെ സ്നേഹമായിരിക്കും. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ ഈ പ്രായം വരെയുള്ള ഒരു ചിന്തയിൽ ഞാൻ പറയുന്നത് വെച്ചാല് മദ്യം ഒരു വ്യക്തിയിൽ 3 തരത്തില് പെരുമാറുന്ന ഒരു ഒരു പ്രവർത്തിക്കും. അതായത് ഒരു ഓരോരോ വ്യക്തികള് അഥവാ മദ്യപിച്ച് കഴിഞ്ഞാല് ചുമ്മാ ഒന്നും പ്രശ്നമൊന്നും ആക്കാതെ ഭക്ഷണം കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. മറ്റുള്ളവര് എന്തെങ്കിലും അത്യാവശ്യം കുടുംബത്ത് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. മൂന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദ്യപിച്ച് കഴിഞ്ഞാല് വല്ലാതെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ എന്താ പറയണ്ടേ, കുഞ്ഞുങ്ങളുടെ അച്ഛൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പിന്നെ എന്തായാലും ഒന്നും പറയില്ല, ഒന്നും പ്രതികരിക്കില്ല. ആദ്യമേ ഉള്ള ഒരു അവസ്ഥയാണ് എന്റെ ജീവിതത്തില്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കില് എനിക്ക് ശരിക്കും എനിക്ക് ആരോടും ഒന്നും മര്യാദയ്ക്ക് ചോദിച്ചതിന് ഒരു മറുപടി പറയാനോ, അല്ലെങ്കിൽ രണ്ടാളെ മുമ്പില് ഇങ്ങനെ നേരെ ഒന്ന് സ്റ്റേണായി നിൽക്കാനോ ഒന്നും കഴിയില്ല. എല്ലാവരിൽ നിന്നും ഉൾവലിയുന്ന ഒരു സ്വഭാവമായിരുന്നു ചെറിയ പ്രായത്തിലേ എന്റേത്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയല്ല, അത് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് ഭാര്യയായിരിക്കുന്ന എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിയോ വിവേകമോ ഒന്നും എനിക്ക് ആ ഒരു പ്രായത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയേണ്ടത്, സഹിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒന്നും മറുത്തൊരക്ഷരം തിരിച്ച് പറയില്ല. പറഞ്ഞാലും വലിയ പ്രയോജനമൊന്നുമില്ല. അതാണ് സത്യം. അങ്ങനെ അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോകവേ അതിന്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂത്ത മകൻ, അതാ ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് പറഞ്ഞാല് കർത്താവിന് മക്കളെ കുറിച്ച് ആദ്യമേ ഒരു നിശ്ചയമുണ്ടല്ലോ. ഈ വിദേശത്തായിരിക്കുന്ന മകൻ, അവൻ ഇന്ന് 34 വയസ്സായി. അവനൊരു ചെറിയ പ്രായത്തില് 10 മാസേ ഉള്ളൂ. 10 മാസത്തിൽ വയറ്റിന്ന് പോക്ക് ആയുള്ള ഒരു പ്രയാസം വന്നു. ആ സമയത്ത് ഡോക്ടറെ കണ്ടു, അഡ്മിറ്റ് ആക്കി. എന്നാൽ വേണ്ടുന്ന വിധം അന്ന് ബസ്സിൽ പോകുന്ന സമയമാണ്. ഹസ്ബൻഡ് കൂടെ ഇല്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടുകാര് വേണ്ടുന്ന വണ്ണം ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാത്ത ഇതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. കുഞ്ഞിനെ എനിക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. പാല് കൊടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ അന്ന് മുഴുവനും കുഞ്ഞിന് വേണ്ടുന്ന വണ്ണമൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരുന്നു. രാവിലെ ആകുമ്പോഴേക്ക് കുഞ്ഞ് ഒന്നും അല്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഭർത്താവിന്റെ അനിയൻ രാവിലെ വന്നു. അവര് പെട്ടെന്ന് ഞങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ ഒത്തിരി ജനങ്ങളുള്ളത് കാരണം അവിടെ കാണിച്ചില്ല. അങ്ങനെ കണ്ണൂർ AKG ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോ അവര് പറഞ്ഞു, കുഞ്ഞിന്റെ കാര്യം സീരിയസ് ആണ്, നിങ്ങൾക്ക് ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ. അപ്പത്തേക്ക് ഞാനിങ്ങനെ കുഞ്ഞിനെ നോക്കിയിരിക്കുമ്പോഴേ കുഞ്ഞിന്റെ കണ്ണിന്റെ ഈ പോളയെല്ലാം അങ്ങ് മറിഞ്ഞ് വെറും വെള്ളം മാത്രമായ ഒരു അവസ്ഥയാണ്. എനിക്കറിയില്ല കുഞ്ഞിന് പാല് പിന്നെ വെള്ളം കൊടുക്കണമെന്നോ പാല് കൊടുക്കരുതെന്ന് പറഞ്ഞ് കുഞ്ഞിന് വെള്ളം കൊടുക്കണം അങ്ങനെയുള്ള ഒരു ബുദ്ധിയൊന്നും ശരിക്കും പറയാൻ ശരിക്കില്ല. കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാനുള്ള അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ കുഞ്ഞ് മരണത്തിന്റെ ആ വക്കിലെത്തി. അപ്പൊ AKG ആശുപത്രി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് തരേണ്ട കുഞ്ഞിനെ ഞങ്ങൾ നോക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ കുഞ്ഞിന്, അന്ന് എനിക്ക് അങ്ങനെയാ പറയാൻ തോന്നിയത്, കുഞ്ഞിന് അവിടെ കൊണ്ടുപോയാലും ഇവിടുന്നായാലും സംഭവിക്കേണ്ടത് എവിടുന്നായാലും സംഭവിക്കും. ഇതെന്തോ പറയാനുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരില് അവര് കുഞ്ഞിനെ അവര് നോക്കാന്ന് പറഞ്ഞു. അതെന്നെ 3 ദിവസം കഴിയാതെ ഈ കുഞ്ഞിനെ ഞങ്ങള് ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്നും ഭർത്താവ് കൂടിയില്ല, ബസ്സിലാണ്. അങ്ങനെ ഞാൻ എന്റെ വീട് ആശുപത്രിന്റെ അടുത്താ, ഒരു 10 റുപ്യ പോയിന്റ്, ഇപ്പോഴത്തെ ഒരു 10 റുപ്യ പോയിന്റ്. അങ്ങനെ അമ്മയും സഹോദരങ്ങളൊക്കെ പെട്ടെന്ന് വന്നു. പിന്നെ അമ്മയാണ് കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിന് ചെറിയൊരു ആരോഗ്യം ലഭിച്ചു. ഡോക്ടർമാർക്ക് പോലും എന്താ പറയേണ്ടത്, ഒരു അത്ഭുതം. അവര് കുഞ്ഞിനെ കൈ ഒഴിഞ്ഞതാണ്. എന്നാൽ അവിടെയൊക്കെ എന്റെ ദൈവം കുഞ്ഞിനെ സൂക്ഷിച്ചു. കർത്താവ് അതേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങളെ കണ്ട ദൈവം കുഞ്ഞിന്റെ ആയുസ് എനിക്ക് മടക്കി തന്നു. അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് മൂന്നാമത്തതാണ് ഇപ്പോൾ ഞങ്ങൾ കൂടി ഇരിക്കുന്ന ടീച്ചർ, ചെറിയ മകൻ. അവൻ ഇതേപോലെ അന്ന് പിന്നെ ഈ ബസ്സിൽ നിന്ന് ഒഴിവായി. ഈ ചെറിയ മോനെ പ്രസവിച്ച് ഞാൻ വരുമ്പോഴേക്ക് മൂപ്പര് ബസ്സിൽ നിന്ന് ഒഴിവായി. പിന്നെ നാഷണൽ പെർമിറ്റ് ലോറിയിലേക്ക് ജോലിക്ക് പോകൽ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ വീടിന്റെ മുന്നിൽ, ഞങ്ങളിപ്പം ഇപ്പോഴായിരിക്കുന്ന വീടിന്റെ മുന്നിൽ സ്കൂൾ ഗ്രൗണ്ടാ.
അവിടെ ഈ മൂപ്പര് വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് വണ്ടിയും കൊണ്ട് പോവുക. ആ സമയത്ത് ഇവൻ കുഞ്ഞാണ്, 4 വയസ്സ് ആവുന്നേ ഉള്ളൂ ഈ ഇളയ മകന്. അവൻ അച്ഛന്റെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ആ സ്കൂൾ ഗ്രൗണ്ടും കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിന്റെ ബാക്ക് ഭാഗമാണ് പിന്നെ റോഡ് വരിക. ആ റോഡിന്റെ അടുത്തേക്ക് ചെറിയ കുഞ്ഞല്ലേ, അപ്പൊ അച്ഛന്റെ വണ്ടിയിൽ കയറിയിരിക്കാൻ വളരെ സന്തോഷം അവര്. അങ്ങനെ ഈ ഇപ്പം പറഞ്ഞ മൂത്ത മകൻ, ഗൾഫിലായിരിക്കുന്ന മൂത്ത മകൻ, അവന് 7 വയസ്സ്, ഇവന് 4 വയസ്സ്. അങ്ങനെ അച്ഛൻ അവിടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് അവിടെ ക്ലീനർ പിടിച്ച് ഇറക്കി കൊടുത്ത് മുറിഞ്ഞ് ഇപ്പുറത്ത് സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് കടക്കണം, ഇപ്പുറം കടക്കണം. അപ്പൊ ഞാനിങ്ങനെ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്, വീടിന്റെ അടുത്ത് ബാക്കിലായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ മകൻ എന്താക്കി, ഏട്ടൻ പിന്നെ അച്ഛന്റെ വണ്ടി കടന്നു പോയതിന് ശേഷം ഇപ്പുറത്തേക്ക് കടക്കാമെന്ന് കരുതി ഇവൻ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ചെറിയ മകൻ എന്താക്കി, അവന്റെ കൈ തട്ടി മാറ്റി ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന എന്റെ അടുത്തേക്ക് ഓടി ഇവൻ വന്ന്. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷി പറക്കുന്നത് പോലെ എന്തോ ഒന്ന് മേലേക്ക് ഇങ്ങനെ പറന്നിട്ട് താഴേക്ക് വീഴുന്നതാ കാണുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മോൻ എന്തോ സംഭവിച്ച്, മോനാണല്ലോ ഇത് പറ്റിയത്. അവൻ ഇങ്ങോട്ട് കടക്കുന്ന കാണുന്ന. പിറ്റത്തെ സൈഡിൽ നോക്കുമ്പോൾ വലിയ മകനെ മാത്രമേ കാണുള്ളൂ, എന്റെ ചെറിയ മോനെ കാണുന്നില്ല. വണ്ടി മുഴുവനും എല്ലാം ബ്ലോക്കായ ഒരു അവസ്ഥയിൽ. അപ്പോഴത്തേനും അതിന്റെ അടുത്ത് പെട്ടെന്ന് കാർ അവിടെ നിർത്തി ഒരാള് ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് ഞാൻ അപ്പാട് വാങ്ങിച്ച് അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആ സമയത്തൊന്നും കുഞ്ഞിന് മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ അച്ഛന്റെ വണ്ടീന്റെ മുമ്പിലാണ് കുഞ്ഞ് വീഴുന്നത്. അപ്പം എന്തും സംഭവിക്കാം, എന്റെ മൂപ്പര വണ്ടി തന്നെ കുഞ്ഞിന്റെ മേലേക്ക് കയറാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവം അത്യത്ഭുതമായി എന്റെ കുഞ്ഞിനെ, രണ്ടാമത്തെ മകനെയും എനിക്ക് എന്റെ കർത്താവ് തന്നു. അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ബാല്യകാലം. അങ്ങനെ ഞങ്ങൾ ഇപ്പം ആയിരിക്കുന്ന ഭവനത്തിൽ അങ്ങനെ ജീവിച്ച് കുഞ്ഞുങ്ങള് 9ാം ക്ലാസ് എല്ലാം പഠിക്കുന്ന ആ സമയത്ത് ആണ് ഞങ്ങളുടെ ദേശത്തേക്ക് സുവിശേഷ വേലയുമായി കൂത്തുപറമ്പുള്ള ഒരു ദൈവദാസനും ദാസിയും ആ ദേശത്ത് വരുന്നത്. അവരവിടെ ഒരു ഭവനത്തില് ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു പ്രാർത്ഥന. ആദ്യ ദിവസങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോ ആ വീട്ടിലെ ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞ്, ശ്രീജേച്ചി ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഒരു യേശുവിന്റെ പ്രാർത്ഥന നടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അറിയില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിയില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 1.5 വർഷം മുൻപേ ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ യേശു ക്രിസ്തുവിന്റെ പിന്നെ പടം ഒരു സിനിമയൊക്കെ കാണിച്ചായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, പിന്നെ അത് മറന്നുപോയി. അവര് വരുന്നുണ്ട്, ശ്രീജേച്ചി ഒരു ദിവസം വാ, നമുക്ക് പ്രാർത്ഥിക്കാലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങള് ഇതേപോലെ അവിടുന്ന് കൂത്തുപറമ്പ് അവിടെ സുവിശേഷ വേല ചെയ്യുന്നതാ. 6 മണിക്ക് ശേഷം അവിടുത്തെ ആരാധനയും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങളെ ദേശത്തേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത്. അങ്ങനെ ദൈവം അവിടെ ഒരു ഭവനം ഒരുക്കി കൊടുത്തു, ഞങ്ങളെ വീട്ടിന്റെ ഒരു 3 വീടപ്പുറം. അങ്ങനെ ഞങ്ങൾ പോകാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം പിന്നെ എന്തോ ആ ഒരു പ്രാർത്ഥനയും അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, ബൈബിളിലെ വചനത്തിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ അവിടുത്തെ പാട്ടും കാര്യം അതൊക്കെ എനിക്കും എന്റെ മകൾക്കും ഭയങ്കര എന്തോ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകവേ ഭർത്താവിന് ആ സമയങ്ങളിലൊന്നും ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഈ പിന്നെ ഇതിന്റെ പാർട്ടിയുടെ ആൾക്കാരൊക്കെ വന്ന് അവര് പറഞ്ഞ് ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് അവര് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ്. അപ്പൊ ആ ഭവനക്കാർക്ക് പിന്നെ പേടിയായി. അവര് പറഞ്ഞ് നിങ്ങൾ ഇനി വരാൻ പാടില്ല, ഇങ്ങനെ അവര് പ്രശ്നം ഉണ്ടാക്കൂ എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങളെ മൂപ്പര് ഞങ്ങളെ പലതരത്തിൽ പറയാൻ തുടങ്ങി, നിങ്ങൾക്കാണ് ഭയങ്കര സ്പിരിറ്റ്, അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങനെ പോകരുത്, പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് എന്തായാലും പോകാതിരിക്കാൻ എന്തായാലും പ്രാർത്ഥന വിട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി ഞങ്ങള്. അങ്ങനെ പിന്നെ അവര് ആ ഭവനത്തിൽ വരാതെയായി. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഞങ്ങളെ വീട്ടിൽ വരാൻ തുടങ്ങി. ഞങ്ങളെ വീട്ടിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡ് ലോറിയിൽ പോവുകയാണെങ്കിൽ ഞായറാഴ്ച അധിക ദിവസങ്ങളിൽ ലീവ് തന്നെ ആയിരിക്കും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ദൈവദാസനെ വിളിക്കുക, ഇരിക്കി ചായയൊക്കെ കുടിച്ച് പോകാന്നൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കുടിച്ച് അവളെ വളരെ സന്തോഷമായിട്ട് പറഞ്ഞൊക്കെ ചെയ്യുന്ന ഒരു സമയം ആയിരുന്നു. പിന്നീട് ഞങ്ങള് യേശുവിനെ കൂടുതലായി എന്താ പറയണ്ട പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുന്നത് കൂടുതലായി അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഹസ്ബൻഡും വളരെ
എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇനി പോകരുത്, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കൽ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒരു യേശുവിനെ അറിഞ്ഞ് അവര് കൂട്ടായ്മയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളൊരു സഭയായിട്ടുള്ള ഒരു സഭയിൽ പോകാൻ വേണ്ടി ഞങ്ങളെ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് കൂത്തുപറമ്പുള്ള കൂത്തുപറമ്പെന്ന് പോണം. 3 ബസ് മാറി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളെ ഒരു ശരിക്കും പറയാൻ വെച്ചാൽ വീട്ടു തടങ്കലിൽ വെച്ച പോലത്തെ അവസ്ഥയിലായി. മൂപ്പര് ലോറിയിൽ പോകുമ്പോഴും മറ്റുള്ളവരോടെല്ലാം പറയുകയും ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ, അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രത്യേകമായ ഒരു ഒരു ഉം, ഏഹ്, എന്താ പറയേണ്ടത്, ഒരു ഇതിൽ വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ആക്കി. ഞങ്ങൾക്ക് അങ്ങോട്ടും എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി. അങ്ങനെ പിന്നെ പ്രത്യേകം കൂത്തുപറമ്പാണെങ്കിലും അതിന്റെ വലിയ ചർച്ച് കണ്ണൂരാണ്. അവിടെ എന്തെങ്കിലും പ്രത്യേക മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ പിന്നെ ആ ദേശത്ത് ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരെ വീട്ടിൽ പോകും. അത്യാവശ്യം അവിടെ ഫോൺ വിളിക്കും, ഇന്ന വീട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പറയും. ഞങ്ങൾ അവിടെ അങ്ങനെ ഉപവാസം 21 ദിവസം 40 ദിവസമൊക്കെ കണ്ണൂര് ചർച്ചില്, ഇതിന്റെ ഈ കൂത്തുപറമ്പിന്റെ എല്ലാം ചർച്ചിന്റെ തന്നെ വലിയ ചർച്ചാണ്. അവിടെയാണ് ഉപവാസ പ്രാർത്ഥനയൊക്കെ ക്രമീകരിക്കുക. ആ സമയങ്ങളിൽ ഞാനും മകളും അങ്ങനെ പോകാൻ തുടങ്ങി കൂട്ടായ്മയിൽ. അങ്ങനെ കൂട്ടായ്മയിൽ പോയി വിടുതലൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അതിന് ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000-ലൊക്കെ ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു. പിന്നെ 2-3 വർഷം ഞങ്ങൾക്ക് തീരെ അങ്ങനെ ഒരു പ്രാർത്ഥനക്ക് പോകാനൊന്നും കഴിയില്ല. ഞങ്ങളുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും ഭർത്താവ് സമ്മതിക്കില്ല. ബൈബിള് കാണാനോ അല്ല ഞങ്ങളൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനോ, വെറുതെ ഇരിക്കാൻ പോലും ഞങ്ങളെ സമ്മതിക്കില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വഴക്ക് പറയും. അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ലാസ്റ്റ് 2005-ല് ഞാനും എന്റെ മകളും സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷവും വീണ്ടും ഇതന്നെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാല് ഞങ്ങളെ അങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും ഞങ്ങളെ വിടാതെ വണ്ണം വളരെയേറെ പ്രതിസന്ധി ആയി. പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ആയി. അങ്ങനെ മുൻപോട്ട് പോകവേ മകളിന്ന് SLC പരീക്ഷ എഴുതുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ മകൻ അതിനുശേഷം അവനും SLC വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അപ്പൊ 2005-ല് ഞാനും മകളും സ്നാനപ്പെട്ടു. 2007-ല് പിന്നെ മകൻ സ്നാനപ്പെട്ടു. ആദ്യമൊക്കെ ഞാൻ കൂട്ടായ്മക്ക് വിളിച്ചു കഴിഞ്ഞാലേ ഞാൻ വരുന്നതിൽ അമ്മ പോയിക്കോന്ന് പറയാം. ഞാനും മകളും കൂടുതലും പോവുക. പക്ഷെ കർത്താവ് ആ 2 വർഷം കഴിയുമ്പോഴേക്ക് ഈ മസ്കറ്റിലായിരിക്കുന്ന മകനെ കർത്താവ് സ്നാനപ്പെടുത്താനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കി കൊടുത്തു. അങ്ങനെ അങ്ങനെ ഞങ്ങള് കർത്താവ് അവനെ കൂടി തന്നപ്പോൾ ഞങ്ങളെ വിശ്വാസവും വിശ്വാസ ജീവിതം ഒന്നുകൂടെ ഒന്ന് ബലപ്പെട്ടു എന്ന് പറയാം. പ്രതിസന്ധി ഞങ്ങളെ വീട്ടിൽ ഒരുപാട് ഉണ്ടെങ്കിലും കൂടി ഈ മകനും കൂടി വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട ശേഷം ഞങ്ങള് വലിയൊരു ശക്തി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ധൈര്യമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയേറെ വീട്ടുകാരും ഒന്നും എന്നെ ഫോൺ വിളിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യൊന്നുമില്ല. അമ്മക്കായാലും അതിന്റെ ഇടയിൽ ഞാൻ പറയട്ടെ, അതിന്റെ ഇടയിൽ എന്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, ഞാൻ ഒരു ക്രിസ്ത്യാനിനെയല്ല വിവാഹം കഴിച്ചത്, ഞാനൊരു ഹിന്ദുവിനാണ് വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ളൊരു ഭാര്യയായിട്ട് എനിക്ക് മുൻപോട്ട് പോകാൻ ഒരു പ്രയാസമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളതൊന്നും അങ്ങനെ ഒന്നും കണക്കാക്കുന്നില്ല. എന്ത് വഴക്ക് പറഞ്ഞാൽ അനങ്ങാതിരിക്കും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, വീട് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ്. ഞാൻ എന്തായാലും വീട്ടിൽ പോയി. ആങ്ങളെനോട് പറഞ്ഞ്, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭാര്യനെ എനിക്ക് ആവശ്യമില്ല, അവരിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആങ്ങളെ പറഞ്ഞ്, നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തന്നത് ക്രിസ്ത്യാനി ആയിട്ടല്ല, ഹിന്ദു ആയിട്ട് തന്നെയാ കഴിച്ചു തന്നത്. അതുകൊണ്ട് എനിക്കും ഇതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആങ്ങളെന്റെ റൂമിലേക്ക്, ആങ്ങളെ ആ സമയത്ത് വിവാഹം കഴിച്ചതേ ഉള്ളൂ, ആങ്ങളെന്റെ റൂമിലേക്ക് പോയി. അനിയത്തിമാര്, പിന്നെ ആ സമയത്തും എന്റെ ഇപ്പൊ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലായിരിക്കുന്ന ഒരു സഹോദരിയൊക്കെയാണ് ഞങ്ങൾക്ക് കൂട്ട്. അവര് പറഞ്ഞ, ചേച്ചിയൊന്നും പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം, മക്കളൊക്കെ ചെറുതല്ലേ, ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആങ്ങളെ കൈയൊഴിഞ്ഞു. ഭർത്താവാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്തായാലും കർത്താവിന് വേണ്ടി നിന്നത് എന്തായാലും വീട്ടില് മറ്റുള്ളൊരു പ്രയാസാക്കിയിട്ട് തീർക്കണ്ട എന്നുള്ളത് കരുതിയിട്ട് രാവിലെ ഹസ്ബൻഡ് ബസ്സിന് പൈസയൊന്നും തന്നില്ല. ഹസ്ബൻഡ് വേഗം വീട്ടില് ചാലോട്ടിലേക്ക് വന്ന്
കണ്ണൂരാണ് എൻ്റെ വീട്. ചാലോടാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ചെറിയ ബസ്സിന്റെ കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങനെ ഞാനിതൊന്നും നോക്കില്ല. ഞാൻ മക്കളെയും കൂട്ടി ഏഹ് രാവിലെ അവരിറങ്ങിയതിന്റെ പിന്നാലെ ഞങ്ങളും വീട്ടിലോട്ട് പോയി. ഞങ്ങള് വീട്ടിൽ വന്നപ്പം ഹസ്ബൻഡിനെ കാണുന്നില്ല. വൈകുന്നേരം വന്നു വീണ്ടും പ്രശ്നങ്ങൾ തന്നെ. പിന്നെ അത് തുടർമാനമായിട്ട് ഇത് അപ്പം 2012 വരെയും ഇതന്നെ പ്രശ്നങ്ങൾ എന്നും വരിക, വഴക്ക് പറയുക, ഇതന്നെ. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആള് മറ്റുള്ള സമയങ്ങളിലൊക്കെ നല്ല ഒരു സ്നേഹമുള്ള ഭർത്താവാ. പക്ഷെ ലേശം മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആളാകെ മാറുന്നൊരവസ്ഥ. അങ്ങനെ നിന്നോണ്ടിരിക്കുന്ന സമയത്ത് മകൻ +2 വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം അവന് പഠിക്കണം, മുന്നോട്ട് മൾട്ടിമീഡിയന്റെ കോഴ്സ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവന്. ഞാൻ പറഞ്ഞു, മോനെ ഇനിയിപ്പോ ഏതായാലും മുന്നോട്ട് പഠിക്കാൻ കഴിയില്ല, അത് വേണ്ടത്ര അച്ഛൻ ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാ. പിന്നെ ആ സമയങ്ങളിൽ ഞാൻ കൂലിപ്പണിക്ക്, എനിക്ക് കൂലിപ്പണി എന്താന്ന് പോലും അറിയാത്ത ആളാണ് ഞാന്. പക്ഷെ മക്കളൊക്കെ മൂന്നാളും പഠിക്കുന്ന അവസ്ഥയിൽ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ മാഷുമാരും എല്ലാം പറഞ്ഞ്, കുഞ്ഞിന് പഠിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞിനെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലായി പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ്, അന്നും അവനും എല്ലാത്തിനും വലിയ ഉത്സാഹ. എന്റെ രണ്ടാമത്തെ മകന് അവൻ പറഞ്ഞ്, ഞാൻ കൂലിപ്പണി ചെയ്തിട്ടായാലും ഞാൻ പഠിക്കും അമ്മേ, എനിക്ക് ആ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞ്. അതിന് കുറച്ചൊരു പൈസ വേണം. അപ്പം അങ്ങനെ അവൻ +2 കഴിഞ്ഞതിന്റെ ശേഷം അവൻ ഈ സാധാരണ കൂലിപ്പണി, ഈ വാർപ്പിന്റെ പണിയൊക്കെയാണ്, അത് അതിന് പോകും. അതിന് പോകുന്ന സമയത്ത് ഇവന് ഇത് പഠിക്കണമെങ്കിൽ അതിന്റെ സമയം വേണം. എല്ലാവർക്കും രാവിലെയും ഉച്ചക്കൊക്കെയാ ക്ലാസ്. പക്ഷെ ഇവന്റെ അവസ്ഥ പറഞ്ഞു, ഞാൻ കൂലിപ്പണി എടുത്തിട്ട് വേണം എനിക്ക് ഫീസ് തരണമെങ്കിൽ. അതുകൊണ്ട് അവൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, അന്നും അവിടെയൊക്കെ കർത്താവിന്റെ കരങ്ങളാണ്. അപ്പം അവിടെയുള്ള മാഷ് പറയും, മോനെ ഏത് സമയത്താ മോന് വരാൻ പറ്റുക, ആ സമയം ഞാൻ അതുവരെ നിന്നെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഇവൻ ഇതുപോലെ ചാലോട് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തല്ലേ ആയിരിക്കും അധികവും കൂലിപ്പണി ഉണ്ടാവുക. അവിടെ നമ്മൾ കണ്ണൂരേക്ക് പോകണം ബസ്സിന്. അപ്പോ അത്രയും ദൂരം അവൻ പോയിട്ട് വേണം. അപ്പോഴത്തേക്ക് ഈ മാഷ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ 2 കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ പഠിച്ച് കഴിയേണ്ടതാ. പക്ഷെ ഇവന്റെ ഫീസ് അത്രയൊക്കെയല്ലേ കൊടുക്കാൻ പറ്റാണ്ട് അവന്റെ ഡ്യൂറേഷൻ മാസങ്ങൾ കൂട്ടി 2 വർഷം കൊണ്ട് അവൻ അത് പഠിച്ച് എടുത്തു. അപ്പൊ അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ കണ്ണൂർ ചർച്ചിൽ എവിടെ എങ്ങനെയെങ്കിലും അച്ഛനില്ലാത്ത സന്ദർഭങ്ങൾ, അച്ഛനുള്ള സമയത്തൊന്നും കൂട്ടായ്മക്കൊന്നും പോകാൻ കഴിയില്ല. എന്നെ ഒട്ടും വിടൂല. മക്കൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിപ്പം പോകാം, പക്ഷെ എന്നെ ഒട്ടും വിടൂല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അച്ഛനില്ലാതെ, അച്ഛൻ ലോറി പോയി കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഹൈദരാബാദ് മദ്രാസിലൊക്കെയാണ് പോകുക. അപ്പൊ 6 ദിവസം 5 ദിവസം ഒക്കെ ആവും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് അതുപോലെ അവിടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ഇവൻ ഒരു ദിവസം ഇങ്ങനെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇന്ന് കണ്ണൂര് ഒപ്റ്റിക്കൽ ഷോപ്പിലെ ഒരു ഷിബു ബ്രദർ വിശ്വാസി തന്നെയാണ്. അവനിങ്ങനെ അവര് ചോദിച്ചു, മോനെ എവിടെയാ? ചാലോട. എന്താ ചെയ്യുന്നേ? ഞാനിങ്ങനെ എനിക്കൊരു ക്ലാസ് പഠിക്കാനുണ്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാ പഠിക്കുന്നേ? അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് അവിടുന്ന് കൂലിപ്പണി എടുത്ത് എത്ര പൈസ കിട്ടും, ഞാനത് നിനക്ക് തരാം. നീ എന്റെ ഷോപ്പില് ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഫിറ്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പഠിപ്പിച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഞാനും വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൂലിപ്പണി ഉപേക്ഷിച്ച് ഒരു 3-4-5 മാസം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 മാസം അത്രേ എടുത്തുള്ളൂ. പിന്നെ അവൻ ഷോപ്പിലേക്ക്, ഈ കണ്ണൂർ ഒപ്റ്റിക്കൽ ഷോപ്പിലേക്ക് ഫിറ്ററായിട്ട് കയറി. അങ്ങനെ കണ്ണൂര് നല്ലൊരു ഫിറ്ററായി അവൻ അവിടുന്ന്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ചെറിയ മകൻ, അവന് ആ സമയത്തൊന്നും ഞങ്ങളെ വിളിച്ചാലൊന്നും കൂട്ടായ്മക്കൊന്നും വരൂല. ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും, മോനെ നീ വരണം. അവൻ വരൂല. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം, ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥനത്തിൽ ലാസ്റ്റ് ഒരു ദൈവദാസം വന്ന സമയത്ത്, അതുവരെ 21 ദിവസവും ഞങ്ങള് കഴിയുന്ന 10-15 ദിവസമെങ്കിലും ഞങ്ങൾ ഓടും. ബാക്കിയുള്ള ദിവസങ്ങൾ ഹസ്ബൻഡ് വീട്ടിൽ എത്തുന്ന ദിവസങ്ങളായിരിക്കും ഇടയ്ക്കൊക്കെ, എന്നാലും ഞങ്ങൾ ഓടും. ആ സമയത്ത് ലാസ്റ്റത്തെ ഒരു ദിവസം ഇവൻ വന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു ദേവദാസൻ ഇവനെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ്, നീ സ്നാനപ്പെടണം അങ്ങനെ പറഞ്ഞ്. അങ്ങനെ അന്ന് ഞങ്ങൾ ഒരു ഒരുക്കമില്ലാതെ ഞങ്ങൾ പോയതാ. ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. കർത്താവ് അങ്ങനെ പ്രത്യേകമായ ഒരു ദൈവ നിയോഗത്താൽ അവനെ പിടിച്ചു. അന്ന് തന്നെ അവൻ സ്നാനപ്പെട്ടു. ഡ്രസ്സൊക്കെ ഞങ്ങൾ അവിടുന്ന് പുതിയത് സംഘടിപ്പിച്ച് അങ്ങനെ സ്നാനപ്പെട്ടു. അവനാണ് ഇന്ന് ഞങ്ങളോട് കൂടി ഇരിക്കുന്ന ടീച്ചർ. അങ്ങനെ പഠിത്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങള് ഈ എന്തെങ്കിലും ഈ കർത്താവിന്റെ ഒരു എന്താ പറയണ്ട ട്രാക്ട് പോലും ഞങ്ങൾക്ക് അത് ആർത്തിയോടെ ഞങ്ങൾ വായിക്കും. അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും സമയങ്ങളിൽ ദേവദാസന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവും.
എന്തെങ്കിലും ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ആ സമയത്ത് എന്തെങ്കിലും എല്ലാം പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കും. അതെല്ലാം വാങ്ങിച്ചാൽ ഞങ്ങൾ ഇത് എന്തോ വായിക്കുന്നുണ്ടെന്നെല്ലാം ഹസ്ബൻഡ് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് ഈ പുസ്തകങ്ങളും ഞങ്ങളെ ബൈബിളും കാര്യം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങള് കുഞ്ഞുങ്ങളെ പുസ്തകമൊക്കെ അതിലുണ്ട്. അതെല്ലാം ഇങ്ങനെ എന്താ പറയേണ്ടത് എല്ലാം പിടിച്ചു പറിച്ച് അങ്ങനെ ഒരു കളയുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലും മക്കള് അച്ഛൻ അകത്തേക്ക് പോകുന്ന സമയത്ത് വേഗം പോയി പെട്ടെന്ന് തന്നെ പോയി അതിലെ പുസ്തകങ്ങളൊക്കെ മാറ്റി അവര് പഠിക്കേണ്ട പരീക്ഷേന്റെ സമയാ. അത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോയി എടുത്ത് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ പഠിച്ച് അങ്ങനെ എന്താ പറയുന്നത് ഒരു തരത്തിലും ഞങ്ങളെ മുന്നോട്ട് വിടൂല എന്ന് ചട്ടം കെട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അവിടങ്ങളിലൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഫേവർ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൃപയും അഭിഷേകവും ഒക്കെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ദൈവം തന്ന് അങ്ങനെയുള്ളൊരു അഭിഷേകവും കൃപയും കർത്താവ് തന്നു. ആ പ്രതിസന്ധിയിലൊക്കെ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം അങ്ങനെ എങ്കിലും ഒന്നും ഒരു തരത്തിലും വീട്ടിൻ്റെതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഒരു വീട് ഇങ്ങനെ എടുത്തു എന്നല്ലാണ്ട് അതിന്റെ പണി കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. എനിക്കത് മീഡിയയിൽ കൂടി പറയുന്നതിനൊന്നും ഒരു ഒരു മടിയുമില്ല. എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ ഉയർത്തിയ ഇന്ന് ഞങ്ങളായിരിക്കുന്നതും അന്ന് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയും ജോലിക്ക് പോകും, എന്തെങ്കിലും വീട്ടിൽ കുറച്ച് കൊണ്ടുത്തരും. അങ്ങനെ ഇത് എന്തെല്ലാ കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയോ എന്നുള്ളതൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊക്കെയുള്ള ഇതാ. എന്നെങ്കിലും ഞാനും അത്യാവശ്യം കൂലിപ്പണിക്കൊക്കെ പോവും. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ 2014 വരെയും 2002 കാലഘട്ടം ഞങ്ങള് ദൈവത്തെ അറിഞ്ഞ് 2014 വരെ ഞങ്ങളെ ജീവിതത്തില് ഒരു ഞങ്ങൾക്ക് ഉള്ളില് ഒരു ആത്മീയമായ ഒരു സമാധാനം ഉണ്ട്. എങ്കിൽ കൂടെ ഞങ്ങൾക്ക് പുറമേ നോക്കുന്ന സമയത്ത് ഒന്നും ഓരോ ദിവസങ്ങളും അന്ന് ദേശക്കാരൊക്കെ പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ ആ ഭർത്താവ് പറയുന്നത് അനുസരിച്ചാ പോരെ, നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ, അങ്ങനെ എപ്പോഴും ദേശക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും കർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവരെല്ലാം മുമ്പിൽ ഞങ്ങൾ ഒരു ധിക്കാരികളെ പോലെയൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. പിന്നെ പലതരത്തിലുള്ള പരിഹാസങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരു ഭാഗത്ത് 2014 വരെയും 14ന്റെ ആദ്യ സമയങ്ങൾ വരെയും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ ചിന്തിച്ച് ഒക്കെ നിന്നിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മകൻ അവിടുന്ന് ആ ഷോപ്പിൽ നിന്ന് മാറി. ആ സമയത്തെല്ലാം ഈ വിദേശത്തേക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. പക്ഷെ അവൻ പറയും എനിക്ക് വിദേശത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ എന്താ പറയണ്ട വിസയ്ക്കുള്ള പൈസയൊന്നും എനിക്ക് തരാം, അല്ല എന്നെ ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറയും. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ശമ്പളമൊക്കെ ലേശം കൂട്ടി തരാനൊക്കെ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എങ്കിലും വീട്ടിൻ്റെതായ ഒരു കാര്യങ്ങൾ സാധാരണ ഒരു പെൺകുഞ്ഞൊക്കെ വളരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ അച്ഛനാണ് കൂടുതലും അതിൻ്റെതായ ശ്രദ്ധ ഒക്കെ ചെയ്യുക. പക്ഷെ അതൊന്നും ഭർത്താവിന്റെ അടുത്തൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പം പിന്നെ പിന്നെ മൂത്ത മകൻ മസ്കറ്റിലായിരിക്കുന്ന മകൻ പറയും, അമ്മേ ഞങ്ങൾക്ക് വീട്ടിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഞങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ അപ്പൊ അത് അപ്പോഴത്തേക്കും 2014 ആയി. ആ സമയത്ത് ചെറിയ കുറച്ച് ലോണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീടൊക്കെ നല്ല തരത്തിലൊന്നാക്കി ഒരു ഓഫീസ് റൂമും ഒരു എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടിയെടുത്ത് അതിന്റെ വാർപ്പ് വീട് വാർത്തിട്ടുന്നതിന്റെ കുറച്ച് അതായത് ഞാൻ പറഞ്ഞ 2014ന്റെ ലാസ്റ്റിലേക്കുള്ള ഘട്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങള് കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. 2014 ലാസ്റ്റ് ആകുമ്പോഴേക്ക് വീട് വാർത്തു. അതിന്റെ 2 ആഴ്ച മുന്നേ ഇവൻ വന്നിട്ട് പറഞ്ഞ്, അമ്മേ എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇത് പ്ലെയിൻ ടിക്കറ്റ് മാത്രമേ ഞങ്ങൾ ആക്കണ്ടൂ, ബാക്കി വിസ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഗൾഫിൽ പോകേണ്ടതായി, വിസേന്റെ കാര്യമായി. പിന്നെ മകളെ കല്യാണം ഇതിന്റെ ഇടയിൽ ഈ വീട്ടിന്റെ ഒക്കെ പണി നടക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ ഇടയിലെ കല്യാണങ്ങളൊക്കെ അത്യാവശ്യം പറയും ചർച്ച എന്നൊക്കെ അത്യാവശ്യമൊക്കെ. പക്ഷെ പറയണമെങ്കിൽ ഞങ്ങള് ഹസ്ബൻഡിനോട് എങ്ങനെ പറയും? ഒരു ഇവൻ കുറച്ച് മുതിർന്ന് അതിനുശേഷം ഏച്ചിക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ടെന്ന് ഒരു കല്യാണം വന്ന സമയത്ത് പറഞ്ഞപ്പം പറഞ്ഞ്, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറയുക, അത് എനിക്ക് ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കൂല, അതുകൊണ്ട് അത് സജീഷ് എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് വാണിംഗ് ഒക്കെ ഭയങ്കര വാണിങ്ങാ. അങ്ങനെയൊക്കെ പറഞ്ഞു.
അതുകൊണ്ട് ഇനി മേലാലും നിന്റെ പെങ്ങളെ വിവാഹത്തിന്റെ കാര്യം പറയരുത്. പെങ്ങള് നിങ്ങളെ ആ ഒരു വിശ്വാസികൾക്ക് ഞാൻ ഒരിക്കലും എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് അതല്ല, എന്റെ മകളെ എന്റെ ഭവനത്തിൽ നിന്നോട്ടെ എന്നാണ് എപ്പോഴും പറയാ. അങ്ങനെ അങ്ങനെയാണ് സാധാരണ പറയാറ്. അപ്പോ അതിന്റെ ഇടയിൽ ഒരു ക്രിസ്ത്യൻസിന്റെ തന്നെ ഒരു വിവാഹം ഇവക്ക് വന്നായിരുന്നു. വന്ന് വീട്ടിൽ വന്ന് കാണാനുള്ള സാഹചര്യമൊന്നുമില്ല, അതിനൊട്ട് സമ്മതിക്കയില്ല. ഞങ്ങള് ചർച്ചില് അവൻ വന്ന് കണ്ട് പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് വരുന്ന സമയത്ത് ഞങ്ങള് വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ അവർക്ക് എന്താ തോന്നിയെന്നുള്ളത് അറിയില്ല. പിന്നീട് അതിന്റെ ആ പ്രപ്പോസല് പിന്നെ അവരെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല. എന്തോ അവർക്ക് എന്തോ വീട്ടിന്റെ എല്ലാം കാര്യങ്ങൾ ഇങ്ങനെ, അപ്പൊ അത് എങ്ങനെയാന്നെല്ലാം ചിന്തിച്ചായിരിക്കാം. അവരെ ചിന്ത എന്താണ് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ അതങ്ങ് നീങ്ങിപ്പോയി. അപ്പൊ അതിന്റെ ഇടയിൽ ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ ദൈവം ഓരോരോ വഴി ഒരുക്കുന്നതാണ്. ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ഈ ഒരു വിവാഹം വന്ന സമയത്ത് തന്നെ ഒരു തരത്തിലും ഈ ഹസ്ബൻഡ് ഈ ഒരു കാര്യത്തിന് ചെയ്തു തരൂല എന്ന് കണ്ടപ്പോ എല്ലാരും മൂത്ത സഹോദരി അവരെല്ലാം ഒരു സമാധാന പുത്രനെ പോലെയായിരുന്നു. ഒരു മൂത്ത സഹോദരനാണ് ഇതിലൊക്കെയും ഭയങ്കര ഒരു എന്താ പറയേണ്ടത്. അപ്പൊ എന്നോട് ചോദിച്ചായിരുന്നു, നീ അന്ന് എന്റെ ഹസ്ബൻഡ് കൂട്ടിപ്പോയ സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു, വിചാരണ പോലെ ഞങ്ങളോട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, നിന്റെ മകൾക്ക് നീ ഏത് ഇതിരുന്ന് കല്യാണം വന്നാലാ നീ കൊടുത്തു അയക്കാന്ന്. അപ്പൊ എനിക്കൊന്നും പറയാൻ അതിന് മറുപടി ഇല്ല. ഞാൻ പറഞ്ഞ ആ സാഹചര്യം എങ്ങനെയാണോ അതുപോലെ ഞാൻ ചെയ്യുന്ന പറഞ്ഞത്. അപ്പം ഈ ഒരു വിഷയവും മകൾക്കൊരു കല്യാണം വന്നിന് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് നിന്റെ ആങ്ങളെ സമ്മതിക്കുകയാണെങ്കിൽ ഞാനും സമ്മതിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ആങ്ങളെ പറഞ്ഞ്, ഞാൻ അന്നേ പറഞ്ഞതാ, അന്ന് ഇവളെ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും പറയാനില്ല, ഞാൻ ഇനി നിൽക്കുകയില്ല എന്ന് പറഞ്ഞ ആങ്ങള അതേപോലെ തന്നെ അതേ സാഹചര്യം പോലെ തന്നെ അവൻ അങ്ങ് മാറിപ്പോയി. പിന്നെ ഞങ്ങള് സങ്കടത്താലെ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ അപ്പൊ അന്നെല്ലാം ഞങ്ങളുടെ കുടുംബ ഹിന്ദു ഇതിൽ എന്ന് പറഞ്ഞ കാരണവരാണ് കാര്യമായിട്ട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ ആങ്ങളെ നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാനും എന്തിനാ നിൽക്കുന്നത് എന്നുള്ളൊരു നിലപാട്. അപ്പൊ ആ സമയത്ത് അതാ പറയുന്ന എന്റെ ഏച്ചീന്റെ ഭർത്താവ് ആ സമയത്തെല്ലാം ഭയങ്കര എതിരായിരുന്നു. ഭയങ്കര എതിരായി നിന്ന വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് ആ വ്യക്തിനെ അതിനു വേണ്ടി ഉപയോഗിച്ചു. അതിനുശേഷം ഭർത്താവ് ഏട്ടൻ മരണപ്പെട്ടു പോയി. എങ്കിലും ആ കുറച്ച് സമയം ഹസ്ബൻഡിനെ, ഏച്ചിന്റെ ഭർത്താവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, ഹസ്ബൻഡിനോട് പറഞ്ഞ്, നിന്റെ മകളാണ്, സഹോദരൻ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടി നിന്റെ മകളാണ്, അതുകൊണ്ട് നീയാണ് ഇതിൽ കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കല്യാണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഏച്ചിന്റെ ഭർത്താവ് കടന്നു പോകുന്നത്. അപ്പോ അതിന്റെ ഇടയിലാണ് ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോ പിന്നെ അതിനുശേഷം ഇവരെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ ഇല്ല. അപ്പൊ ഹസ്ബൻഡിന് ഉള്ളില് ദൈവം എന്തോ അങ്ങനെ ഒരു ചിന്ത തോന്നിച്ചെന്ന് ഞാൻ പറയാ. അപ്പൊ ഞാനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് കാരണമാണോ എന്റെ മകൾക്ക് വന്ന് വിവാഹം പോയത് എന്നുള്ളത് മൂപ്പരെ ഉള്ളിലൊരു ചിന്ത അങ്ങ് പോയി. പിന്നെ ദൈവം ആ ഉള്ളില് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്താ പറയേണ്ടത് ഒരു ഏഹ് അനുകൂല അവസ്ഥ ഉണ്ടാക്കുകയാണെന്ന് ഞാനിപ്പോ ചിന്തിക്കുക. അങ്ങനെ പിന്നെ അതിനുശേഷം മകന് പിന്നെ ഗൾഫിലേക്ക് പോകേണ്ടതിന്റെ ആ കാര്യങ്ങളും പേപ്പർ വർക്കുകളും നടങ്ങുന്നു. ആ സമയത്ത് ഇപ്പോഴായിരിക്കുന്ന എന്റെ മകളെ ഭർത്താവ് അനീഷ് കുമാർ, അവര് ഇവിടെ ഇതേപോലെ തന്നെ ഇതിന്റെ ഈ ഞങ്ങളിപ്പോ എന്റെ മകളെ വീട് ഇരിക്കുന്നതിന്റെ കുറച്ച് ദൂരത്തായിട്ട് അവരെ തറവാട് വീടൊക്കെ അവിടെയാണ്, പാനൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തറവാട് വീട്. പക്ഷെ ഇവര് കുടുംബടക്കം ബാംഗ്ലൂർ ആയിരുന്ന ആ സമയത്ത് എന്റെ മോളെ ഭർത്താവ് ഒരു അമേരിക്കൻ കമ്പനീന്റെ വർക്ക് ചെയ്യുകയാണ്. മൂത്ത മകനും അതുപോലെ തന്നെ ബാംഗ്ലൂര് അങ്ങനെയുള്ള കമ്പനിയിൽ മൂത്ത മകനും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നടുക്കത്തത് പെങ്ങളാണ്. അവരെ ഈ നാട്ടിൽ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ എന്റെ മോളെ ഭർത്താവിന് അവരെ അമ്മയ്ക്ക് 3 മക്കളാണ്. അവരൊക്കെ കുടുംബടക്കം വിശ്വാസികളാ. അച്ഛനും അമ്മയും ഇവര് 3 മക്കളും. അപ്പൊ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ഇങ്ങനെ ഇവൻ ഇങ്ങനെ പറഞ്ഞ്, അച്ഛാ ഇങ്ങനെ ഒരു ചേച്ചിക്ക് ഒരു കല്യാണം കൂടി വന്നിട്ടുണ്ട്, എന്താ അച്ഛന്റെ അഭിപ്രായം, ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, അച്ഛന് ഫോട്ടോ കാണണം. അപ്പൊ എന്തോ വേഗം ഫോട്ടോ നോക്കി കുഴപ്പമൊന്നുമില്ല, ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു റിപ്ലൈ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകല് തുടങ്ങി. ആ സമയത്ത് പറഞ്ഞ അവര് വരട്ടെ കാണട്ടെ. പിന്നെ തൊട്ടേ അടുത്ത് അനിയനും കുടുംബമൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങളെ വീട് ഇങ്ങനെ എടുത്ത് വരികയല്ലേ ചെയ്യുന്നത്, വാർപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ സഹോദരന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ അനീഷ് കുമാർ, ഇപ്പോഴും എന്റെ മകളുടെ ഭർത്താവ്, വന്ന് കണ്ടു.
മറ്റേ ആദ്യത്തെ വന്ന ആൾക്കാര് ഞങ്ങളെ ഈ ഇപ്പൊ എടുക്കുന്ന വീടൊക്കെ വന്ന് നോക്കിയപ്പോ അവർക്ക് ഒന്നും അല്ലാതെ തോന്നി. പക്ഷെ എന്റെ മകളെ ഭർത്താവ് വീട് പോലും കാണണ്ട എന്ന് പറഞ്ഞതാ. അനിയന്റെ വീട് മാത്രമേ നോക്കില്ല. എനിക്ക് അതൊന്നും കാണണ്ട എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച കാരണമാണ് ഞങ്ങളുടെ വാർത്ത വീട് വന്ന് നോക്കാൻ വേണ്ടി വന്നേ. അതിന്റെ ഇടയിൽ കർത്താവ് എനിക്കൊരു ദർശനം തന്നായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ, അതായത് ഞങ്ങളെ ദേശത്ത് ഈ മകൾക്ക് 27ാമത്തെ വയസ്സിലാ കല്യാണം നടന്നത്. അതിന്റെ ഇടയിൽ ഇവിടെ ഇളയ കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ദേശത്ത്. ആ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം നടന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി. ആ സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര, അവിടെ ഒരു കല്യാണം നടന്ന് ഞാൻ വീട്ടിൽ ഭയങ്കര പ്രശ്ന, സമ്മതിക്കാത്തത് കൊണ്ട് നിന്റെ ഈ ഒരു ഇതുകൊണ്ടല്ലേ എന്റെ മോളെ കല്യാണം നടക്കാത്തത് എന്ന് പറഞ്ഞ് എന്നും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ പിന്നെ ആദ്യത്തെ വിവാഹം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും വിവാഹം നടന്നു എന്ന് ചിന്തിച്ചതാ. അത് വന്നതിന്റെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതങ്ങ് നീങ്ങിപ്പോയി. പിന്നെ എനിക്ക് എന്താ പറയേണ്ടത്, എന്റെ പിടിവള്ളി എല്ലാം നഷ്ടപ്പെട്ടു. അതുവരെ എനിക്ക് എന്റെ കർത്താവിനെ വിട്ടൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ പിടിവള്ളി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ വീട് ഒന്നുമല്ലാതെ പിന്നെ ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ. അന്നേരം ആ സമയത്ത് വാർത്തിട്ടില്ല. അങ്ങനെ ഞാന് എന്താ പറയേണ്ടത്, ഈ മക്കള് അനിയന്റെ വീട്ടിലേക്ക് മൂന്നാളും പോയി പിന്നെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോവും. ഞാനും എന്റെ ഹസ്ബൻഡും ആ മേലെ വാർത്തിട്ടൊന്നുമില്ല, ആ വീട്ടിൽ ഞങ്ങൾ അവിടെ കിടക്കും. അന്ന് ഭർത്താവ് ഉറങ്ങി കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ റൂമിലിരുന്ന് ഭയങ്കര കരച്ചില്. കർത്താവ് ഇനി എനിക്ക്, അപ്പോ എന്നോട് ഞങ്ങള് കുടുംബശ്രീ ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഒരു അംഗമായിരുന്നു ഞാൻ. എന്നോട് പറയും, സാധാരണ ഒരു പെൺമക്കളെ ജീവിതം മറ്റുള്ളവരൊക്കെയാണ് നശിപ്പിക്കുക എന്ന് പറയാ, എന്നാൽ നിന്റെ മകളെ ഭാവി നീയാ നശിപ്പിക്കുന്നത്. അതായത് എത്ര കല്യാണം ആ കുഞ്ഞിന് വന്ന് നീ സമ്മതിച്ചിട്ടില്ല. എന്നെല്ലാം പറഞ്ഞ് എന്നോട് എന്റെ മുഖത്ത് നോക്കി. ഞാൻ ആ സമയത്തൊന്നും ഒന്നും പറയില്ല, ഞാനും വെറും ചിരിക്കുക മാത്രം ചെയ്യും. ദൈവഹിതമല്ലാത്ത ഒരു വിവാഹം എന്റെ മകൾക്ക് വേണ്ട എന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കഴിയും. അപ്പോ ഇതും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ആകെ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ ഞാൻ ഇരുന്ന് ഭയങ്കര നേരം വെളുപ്പോളം ഇരുന്ന് കരഞ്ഞ്, കർത്താവേ ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, ദൈവം പ്രവർത്തിക്കണം, എനിക്ക് ആരെ മുഖത്തിന് നോക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിന് വിവാഹം അതെന്റെ കർത്താവ് നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെ അലറി, എനിക്ക് ആരും കേൾക്കൂല, എനിക്കറിയാം നട്ടപ്പാതിര സമയത്ത് എന്തായാലും എന്റെ വീട്ടിൽ നിന്ന് ആരും കേൾക്കില്ല. അലറി ഞാൻ കരഞ്ഞ് ആ 2-3 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പറ്റുന്ന പോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ സമയത്താണ് എന്റെ മകൻ 3-ാമത്തെ ദിവസമാണ് എന്റെ മോനെ എന്റെ ഇപ്പോഴത്തെ മരുമകന്റെ പ്രപ്പോസല് കൊണ്ടുവരുന്നത്. അങ്ങനെ ഹസ്ബൻഡിന് അത് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഇടയിൽ ഞാൻ ഓരോരോ, എനിക്ക് ശരിക്കും അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ദുഃഖിച്ചും കരഞ്ഞും, കർത്താവെ എങ്ങനെ മുൻപോട്ട് പോകും, എനിക്ക് മുൻപോട്ട് പോകാൻ ഒരു വഴിയും ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു ദർശനം പോലെ തന്നു. 14 ദിവസം നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ദൈവദാസനോട് ചോദിച്ചു, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പാസ്റ്ററോട് ചോദിച്ചാൽ പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു ഹിതമായിരിക്കാം ശ്രീ ചേച്ചി അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ കൃപയാൽ ഞാൻ 14 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, എന്തോ കർത്താവ് നന്മകളൊക്കെ അയക്കുന്നുണ്ടായിരിക്കും, ശത്രുവിനെ തടുത്തു വെക്കാൻ പറ്റും. അങ്ങനെ അതിനുശേഷം ആ ഉപവാസമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെയും ഭവനത്തിൽ നടന്നതെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നു. കർത്താവ് ഉപവസിച്ചാലേ നമുക്ക് നന്മകൾ തരുള്ളൂ എന്നല്ല, അത് ശത്രുവിനും തടുത്തു വെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അതിനുശേഷം അങ്ങനെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ പാനൂര്, ബാംഗ്ലൂർ ആയിരുന്നു ഞങ്ങൾ കടന്നുപോയി. നല്ലൊരു കുടുംബം, ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു കുടുംബത്തെയാണ് എന്റെ കർത്താവ് എന്റെ മോൾക്ക് ഭർത്താവ് തന്നത്. അപ്പം പെണ്ണ് കാണാൻ വരുന്നതിന്റെ അതിന്റെ 2 ദിവസം മുന്നേ എനിക്ക് കർത്താവ് കാണിച്ചു തന്നായിരുന്നു. ഫുൾ കൈ, നല്ലൊരു ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കുന്നുവോ, വെള്ള ഷർട്ടൊക്കെ ഇങ്ങനെ ഫുൾ കൈ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെ ചാലോട് ഭാഗത്തു നിന്നാണ് നടന്ന് വരുന്നത്. ശരിക്കും ഇങ്ങനെ ഞാൻ രാവിലെ ഒരു കുറച്ച് സമയത്ത് കാണുന്ന, അവിടുന്ന് 2 ദിവസം കഴിഞ്ഞാണ് അവര് പിന്നെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് കാണിച്ചു തന്നത് വെള്ള ഫുൾ കൈയൊക്കെ കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള ആളെയാണല്ലോ. അന്ന് വന്നത് ഹാഫ് കൈ ഇട്ടിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവൻ എന്നും ഫുൾ കൈ
വേഷക്കാരനാണ് അവൻ. പക്ഷെ അന്നെന്തോ അവൻ ഹാഫ് കൈയിട്ടിട്ടാ വന്നത്. അപ്പൊ അതുപോലെ ഞങ്ങള് ബസ് ഇറങ്ങേണ്ടത് ഞങ്ങളെ വീട്ടിലെ തൊട്ടടുത്താണ് തലശ്ശേരി അങ്ങന്ന് വരുന്ന ബസ് ഇറങ്ങേണ്ടത്. ഇവിടെ ഒരു തരത്തിലും ചാലോടേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് സ്റ്റോപ്പ് മറന്നു പോയിട്ട് ഇവര് ചാലോട് പോയിട്ട് ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇവർ കയറി വരുന്നത്. അപ്പൊ കർത്താവ് എനിക്ക് തന്ന ദർശനം ഒക്കെ അവിടെ ഒക്കെയായി. അങ്ങനെ അങ്ങനെ മകൻ ജൂലൈ 2014 ജൂലൈയിൽ അവൻ വിദേശത്തേക്ക് കടന്നുപോയി. ജൂലൈ ആഗസ്റ്റില് ഈ മകനുമായിട്ടുള്ള വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞു. അങ്ങനെ അപ്പം 3 മാസേ അവൻ വിദേശത്തേക്ക് പോയിട്ടുള്ളൂ. ഒരു തരത്തിലും അവന് 3 മാസം കൊണ്ട് വന്നു കഴിഞ്ഞാല് വരാൻ വേണ്ടി പറ്റൂല. കാര്യങ്ങളൊക്കെ അവന് അവിടുന്ന് കിട്ടുന്ന പൈസയൊക്കെ വീടിന്റെ കാര്യങ്ങൾ, അപ്പത്തേക്ക് വീട് തേപ്പും വീടൊക്കെ നല്ല ഭംഗിയാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോ പിന്നെ അവന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനും കൂടി പറ്റാത്തൊരവസ്ഥ. പക്ഷെ അവിടെയുള്ള ഗൾഫുകാർ അവര് പറഞ്ഞു, മോനെ ഒരു പെങ്ങളേ ഉള്ളൂ, നീ എന്തായാലും പോകണം എന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടി സ്വരൂപിച്ച് മക്കൾക്ക് വേണ്ടുന്ന അത്യാവശ്യം, ഇവർക്ക് രണ്ടാക്കും വേണ്ടുന്ന അത്യാവശ്യമൊക്കെ കൊടുത്ത് അവരെ ഇതിൽ ഇവനെ പറഞ്ഞ് ഗൾഫ് നാട്ടിലോട്ട് വിട്ട് അവൻ അങ്ങനെ കല്യാണത്തിനൊക്കെ എന്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷമായി കല്യാണം ഞങ്ങള് വീട്ടിൽ വെച്ചല്ല, തലേന്ന് ദേശക്കാർക്കൊക്കെ പാർട്ടി നൽകി വളരെയേറെ സന്തോഷത്തില് വിവാഹം കഴിഞ്ഞ ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, 9-10 ദൈവദാസന്മാരുടെ മധ്യത്തിലാണ് നിന്റെ വിവാഹം നടക്കുക. ഞാൻ ചിന്തിച്ചു, സാറാ ചിരിച്ചതുപോലെ ഞാൻ കർത്താവ് ഇത് എങ്ങനെ എന്നുവെച്ചാല് ദൈവദാസൻ എന്ന് കേൾക്കാൻ പോലും കേൾക്കാൻ പറ്റാത്ത ഒരു ഹസ്ബൻഡാണ് എന്റെ ഭർത്താവ് എന്നത്. ഈ 9 ദൈവദാസന്മാരെ മധ്യത്തില് എങ്ങനെ വിവാഹം നടക്കും കർത്താവ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 6-7 ദൈവദാസന്മാരുടെ മധ്യത്തിലാണ് എന്റെ മകളുടെ വിവാഹം നടന്നത്. നല്ലൊരു മകനെയാ. അപ്പം അവൻ ഈ ആഴ്ചയിൽ 5 ദിവസം ജോലിയും 2 ദിവസം ഇങ്ങനെ ദേശത്ത് മൈസൂര ഭാഗങ്ങളിൽ സുവിശേഷമായി കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് മകള് വിവാഹത്തിൻ്റെതായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വന്നത്. കർത്താവിന് വേണ്ടിയൊക്കെ ഏറെ നിൽക്കുന്ന ഒരു മകനാണ്. ഇപ്പം നാട്ടിലോട്ട് അവര് വന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒഴിവായി കടയൊക്കെ വിറ്റു. അവിടെ നിന്നുള്ള കടയൊക്കെ വിറ്റ് നാട്ടിലോട്ട് വന്ന് ഇപ്പോഴും യൂത്തിന്റെ ഇടയിലൊക്കെ ദൈവദാസന്മാരോട് കൂടെ നിന്ന് യൂത്തിന്റെ ഇടയിലൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ദൈവത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഇനിയും അധികമായി ഉപയോഗിക്കട്ടെ എന്ന് മിസ്സമയത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മകള് വിവാഹം കഴിഞ്ഞു. അപ്പോഴും ഈ മകള് വിവാഹം കഴിഞ്ഞു പോകുന്നതിന്റെ ഇടയിലും പ്രാർത്ഥനക്ക് എന്ന് പറയാൻ പറ്റില്ല, പ്രാർത്ഥനക്ക് പോകാനും പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവള് കടന്നു പോവുകയാണ്. മകന് പിന്നെ ആൺകുട്ടികൾക്ക് ഒരു പരിധി വരെയല്ലേ ഉള്ളൂ. എന്തെങ്കിലും ആൺകുട്ടി ആയാലും അച്ഛന് താഴെയല്ലാതെ ആൺമക്കളായാലും മുതിർന്നാൽ അവരോടൊന്നും അച്ഛനോടൊന്നും എതിർവാക്ക് പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ സിസ്റ്റം. അച്ഛൻ എന്താ പറയുന്നത് അതാണ് അവസാന വാക്ക്. അതിലപ്പുറം ഇപ്പുറം ഒന്നും പറയാനില്ല. എന്നാലും കുഞ്ഞുങ്ങള് അച്ഛന്റെ വഴക്ക് കേട്ടാലും അവൻ ആരാധനക്ക് പോവും, മകളും പോവും. എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനക്ക് പോവും. ഞായറാഴ്ച അഥവാ ബാംഗ്ലൂര് പിന്നെ ലോറിയും കൊണ്ട് ഒന്നിക്കല് ഹൈദരാബാദ് ആയിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം. അവിടെ ലോഡ് ഇല്ലാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആരാധനക്ക് മാത്രം ഞാൻ പോകും. വെള്ളിയാഴ്ച കണ്ടിന്യൂ ആയി ഞാൻ പ്രാർത്ഥനക്ക് പോയിരിക്കും. എങ്ങനെയെങ്കിലും ബാംഗ്ലൂരൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഞായറാഴ്ച മൂപ്പര് ഓടി പിടിച്ചെത്തില്ല. ഞാൻ എങ്ങനെയാലും പ്രാർത്ഥനക്ക് പോകുന്ന കക്ഷിക്കറിയാം. അതുകൊണ്ട് എന്നെ എങ്ങനെയാലും ആരാധനക്ക് വിടൂല എന്നുള്ള ഇതിലാണ്. എന്നോട് എപ്പോഴും പറയും, നീയാണ് എന്റെ മക്കളെ ഇങ്ങനെ ആക്കിയത്, എന്റെ മക്കൾക്ക് ഭാവി ഇല്ലാതെ ആക്കിയത് എന്നൊക്കെ എപ്പോഴും പറയും. പിന്നീട് മൂപ്പര് ദേശത്ത് പറഞ്ഞ്, എന്റെ ഭാര്യ അന്ന് അടി കൊണ്ടിട്ടാലും പ്രശ്നങ്ങളായിട്ടാലും എന്റെ ഭാര്യ കടന്നുപോയാലും ഇന്ന് എനിക്ക് നല്ലൊരു മരുമകനെ കിട്ടി എന്ന് ദേശത്തോട് പറയുന്നത് അവരെന്നോട് പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ടുണ്ട്. അങ്ങനെ മകള് വിവാഹം കഴിഞ്ഞു. ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നു. ചെറിയ മോള് ഒരു 2 വയസ്സുള്ള സമയത്താണ് അവര് കണ്ണൂരിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ അതിനുശേഷം എന്തെങ്കിലും എനിക്കൊരു ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ആരാധനക്ക് അന്നും വിടൂല. അങ്ങനെ ഈ ബാംഗ്ലൂരിൽ അവളെ പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ പോയായിരുന്നു. ആ സമയത്ത് അവളെ ഭർത്താവിന്റെ വീട്ടില് അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നടക്കും. ആ സമയത്ത് പിന്നെ ഒരു തരത്തിലും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞാനും പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ പോവുക പ്രാർത്ഥനക്ക്. അപ്പം കുഞ്ഞുള്ളത് കൊണ്ട് അവർക്ക് അവിടെ വേണ്ടുന്ന സൗകര്യം ഇല്ലാതെ കാരണം അവര് വേറെ റൂം വാങ്ങിച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു. അപ്പൊ അവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ തൊട്ടപ്പുറം തന്നെയാണ് അവിടത്തേക്ക്
പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകണം. ഞാൻ പറഞ്ഞു ഞാനും പോകുകയാണ് എന്ന് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ 2015 ഒടുവിലേക്ക് ആണ് ആദ്യമായി ഭർത്താവിനോട് പിന്നെ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരാധനക്ക് പോയ സാഹചര്യം. അതിൻ്റെ ഒരു മക്കളൊക്കെ പോകും, ആൺകുട്ടികളൊക്കെ പോകും, അതൊന്നും പ്രശ്നമില്ല, ഞാൻ പോകരുത്, അതേ ഉള്ളൂ. അങ്ങനെ 2014 ഒടുവിൽ എനിക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ആരാധന പോലും നഷ്ടപ്പെടാതെ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു പോകുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ സന്തോഷകരമായി ജീവിക്കുന്നു. 2019 മൂത്ത മകന്റെ വിവാഹം നടന്നു. IPC ചർച്ചിലെ ഒരു മകളുമായിട്ട് വിവാഹം നടന്നത്. അവരാണ് വിദേശത്തായിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ഭർത്താവ് 2019 രക്ഷിക്കപ്പെട്ടു. എന്നാൽ പൂർണ്ണമായൊരു മാനസാന്തരം ഹസ്ബൻഡിന് വന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഇടയിൽ മദ്യപിക്കുന്ന ആളായിരുന്നു. എന്നാൽ അതിനിടയിൽ മൂപ്പർക്ക് ഒരു ചെറിയൊരു അറ്റാക്കിന്റെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതിനുശേഷം മദ്യം അങ്ങനെ കൂടുതൽ കഴിക്കാതെ ഒരു അവസ്ഥയിലേക്കായി. എന്നാൽ ഇന്ന് വളരെയേറെ കർത്താവ് നടത്തിയ വഴികൾ വളരെയേറെ സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെ പ്രാർത്ഥനക്കോ ഞങ്ങളെ ഉപവാസത്തിനോ ഞങ്ങളെ കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അതുപോലെ വീടിന്റെ മേലെ മകന്റെ കല്യാണത്തിന്റെ സമയത്ത് വീടൊക്കെ അതിന്റെ മേലേക്കും എടുത്ത് വളരെ സന്തോഷമായി കർത്താവ് ആ ദേശത്ത് നല്ലൊരു വീട് ഞങ്ങൾക്ക് ആ ദേശത്ത് തന്ന് വളരെയേറെ പ്രതിസന്ധിയിലൂടെ പോയ ഒരു കുടുംബമായിരുന്ന ആ ദേശത്തുള്ളവരൊക്കെയും സാക്ഷ്യം പറയുന്നത് എത്രയോ ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ടും മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെയും ദൈവം ഉയർത്തിയ ഒരു കുടുംബം എന്നുള്ള മക്കൾക്കൊക്കെ നല്ലൊരു ജോലിയും കാര്യം ഒക്കെ ആയി. ഇളയ മകൻ ഒരു ടീച്ചർ ആകുമെന്ന് ഞാൻ എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നതല്ല. അന്നും ഇതുപോലെ തന്നെയാണ് ഒരു വിഷയം. ഇവന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ലോജിസ്റ്റിക്കിന്റെ കോഴ്സ് ഒരു കൊല്ലം പഠിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ പോയായിരുന്നു. ആ സമയങ്ങളിലാണ് ഞായറാഴ്ച എന്തായാലും ക്ലാസ് ആ ഞായറാഴ്ച സമയത്താണ്. അപ്പം അതിന് ചേർന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ചിന്തിച്ച് എന്റെ മോന്റെ ആരാധന നഷ്ടപ്പെടുമല്ലോ. ഞാൻ പറഞ്ഞു മോനെ എന്ത് തന്നെ പ്രശ്നമായാലും തിരക്കുള്ള ആരാധന നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലോജിസ്റ്റിക്കിന്റെ കോഴ്സും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവനും അത് സമ്മതമായി. അങ്ങനെ ഞങ്ങൾ ഫീസ് നഷ്ടപ്പെട്ടു പോയാലും തിരക്കുള്ള വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആ ലോജിസ്റ്റിക്കിന്റെ കോഴ്സ് വേണ്ടാന്ന് വെച്ചു. എന്നാൽ അത് ആരാധനയുടെ ഒരു വിഷയം കൊണ്ടാണ് ആ ലോജിസ്റ്റിക് അവൻ തുടർന്ന് പഠിക്കാതിരുന്നത്. എന്നാൽ കർത്താവ് അവിടെയും മാനിച്ചു. അതിനുശേഷമാണ് അവന് ഈ BEd ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ തന്നെ ഒന്നും പ്രൈവറ്റ് ആയിട്ട് പഠിച്ചത് എല്ലാം ഗവൺമെന്റിൽ തന്നെ അവൻ പഠിച്ച് ഇന്ന് അവൻ ഒരു ഇംഗ്ലീഷിന്റെ ടീച്ചറായിരിക്കുന്നതൊക്കെ കർത്താവിന്റെ ഒരു കൃപ മാത്രമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ഇതാണ് ഇത്രയും പറഞ്ഞ് എന്റെ സാക്ഷ്യം ചുരുക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ദാനിയേൽ ജോൺ പാസ്റ്റർക്ക് എന്റെ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. നാഥ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ മീഡിയയിലേക്ക് എന്നെ ക്ഷണിച്ച ദൈവദാസനെ പ്രത്യേക ആയിരിക്കുന്നിടത്ത് എന്റെ തമ്പുരാൻ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ നിങ്ങളുടെ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരുവാൻ തക്കവണ്ണം എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി സമർപ്പിച്ചേൽപ്പിക്കുകയാണ് കർത്താവെ. ഈ മീഡിയയിൽ കർത്താവെ ഇനിയും അധിക സാക്ഷ്യങ്ങൾ കർത്താവെ ഹല്ലേലൂയ ദൈവമേ വരുവാൻ തക്കവണ്ണം കർത്താവെ അനേകരെ എന്റെ കർത്താവ് തൊടുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ശ്രീജാസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ വാത്സല്യ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അരോമ TVയുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com